ഹലോ, നമസ്കാരം. ഞാൻ ശിഖ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാരിറ്റൽ കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, കപ്പിൾ തെറാപ്പി എന്നിവയൊക്കെയാണ്. മാരേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എപ്പോഴാണ് ഒരു വ്യക്തി മാരേജ് എന്ന ഒരു ഡിസിഷനിലേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ആ കേസ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തു തരാം. എൻ്റെ അടുത്ത് വന്നത് ഒരു പെൺകുട്ടിയെ കൊണ്ടാണ്. പെൺകുട്ടിക്ക് ഏകദേശം 20 വയസ്സ് ആയിട്ടുള്ളൂ. കൊണ്ടുവന്നത് അമ്മയും അമ്മയുടെ സഹോദരിയും കൂടിയാണ്. കുട്ടി BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ആദ്യം ഇവര് മാരേജ് പ്രപ്പോസൽസ് ഒക്കെ വന്നു. പ്രപ്പോസൽ വന്നിട്ട് ഒന്ന് റെഡിയായി, അത് ഫിക്സ് ചെയ്തിട്ട് പക്ഷെ അവിടെ ഏകദേശം എൻഗേജ്മെന്റിന്റെ ഇടയിൽ ഒരു 6 monthsന്റെ ഇടയിൽ ഇവർ സംസാരിച്ചപ്പോൾ ആ വ്യക്തിക്ക് എന്തൊക്കെയോ ട്രബിൾസ് ഉള്ളതായിട്ട് ഈ കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അതിൽ വീട്ടുകാരും ഇടപെട്ടപ്പോൾ അതിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്, ആ വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയോ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രപ്പോസല്, ആ മാരേജ് ഇതായിപ്പോയി, നടന്നില്ല, അത് ക്യാൻസൽ ആയിപ്പോയി. അതിനുശേഷം ഇപ്പോ ആ കുട്ടിക്ക് വീണ്ടും പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഒരു പ്രപ്പോസൽ റെഡിയായി. കുട്ടിക്ക് ആക്ച്വലി മാരേജിന് താല്പര്യമില്ല. മുന്നേയും പ്രപ്പോസൽ റെഡി ആകുമ്പോഴും കുട്ടി മാരേജിന് റെഡിയല്ല, മാരേജിന് ആ കുട്ടി പ്രിപ്പയർഡ് അല്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു പഠനം കഴിഞ്ഞ് ജോലിയൊക്കെ നേടി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം കല്യാണം കഴിക്കണം എന്നുള്ളതാണ് കുട്ടിയുടെ കൺസെപ്റ്റ്. പക്ഷെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വയസ്സ് കൂടി വരുന്നു, ഒരു പ്രപ്പോസല് മുടങ്ങിപ്പോയതാണ്, ഇനി രണ്ടാമതൊരു പ്രപ്പോസൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരും എല്ലാവരും കൂടി കുട്ടിയെ ഫോഴ്സ് ചെയ്ത് ഈ ഒരു മാരേജിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ കുട്ടിയുടെ താല്പര്യമില്ലാതെ തന്നെ നിർബന്ധപൂർവ്വം കുട്ടിയുടെ മാരേജ് ഡേറ്റും എൻഗേജ്മെന്റും ഒക്കെ ഫിക്സ് ചെയ്തു. കുട്ടി കുറച്ച് മാസങ്ങളായിട്ട് ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വ്യക്തി ടോക്സിക് ആണെന്ന്. എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്താ, ഹെൽത്തി റിലേഷൻഷിപ്പ് എന്താന്നുള്ളതും ഡിസ്കസ് ചെയ്യണം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു സെഷനിൽ സംസാരിക്കാം. ഇപ്പോ ഇതിൽ സൂചിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ, കുട്ടിക്ക് മനസ്സിലായ 1-2 കാര്യങ്ങൾ, അതായത് ഈ കുട്ടി BEd കഴിഞ്ഞതാണ്, അദ്ദേഹം TTC കഴിഞ്ഞതാണ്. അപ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും നീ LP സ്കൂളിലോ UP സ്കൂളിലൊക്കെ മാക്സിമം വർക്ക് ചെയ്താൽ മതി, ഹൈസ്കൂളിലൊന്നും പോകണ്ട, നീ എന്നെക്കാട്ടിലും ഹയർ ലെവലിലൊന്നും പോവണ്ട എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ജോലി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും പഠനം തുടരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇവിടെ വന്ന് പഠിക്കാനൊന്നും അങ്ങനെ സമയം ഉണ്ടാവില്ല, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെയുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ, കുറെ റെസ്ട്രിക്ഷൻസ്, ഇന്ന ഡ്രസ്സ് ഇടരുത്, അങ്ങനെ പോണ സമയത്ത് ചോദിച്ചിട്ടേ പോവാവൂ, പുറത്തു പോകുമ്പോൾ ചോദിച്ചിട്ടേ പോവാവൂ, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കല്യാണത്തിന്റെ മുന്നേ, അതായത് ഈ മാരേജ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ കുട്ടി ഇദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് ഓൾറെഡി കുട്ടി പ്രിപ്പയർഡ് അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. അതിന്റെ ഇടയിൽ ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ വ്യക്തി ടോക്സിക് ആണെന്ന് റിയലൈസ് ചെയ്യുന്ന കുട്ടി പാരന്റ്സിന്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും പറയുന്നത് എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ ഫാമിലി ഇതൊരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല, കുട്ടിയെ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് ഈ കുട്ടിയെ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. ഞാൻ കുട്ടിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇത് കുട്ടി കംഫർട്ടബിൾ അല്ല എന്നും മാരേജിന് പ്രിപ്പയർഡ് അല്ല എന്നും ഇപ്പോ ഫിക്സ് ചെയ്തിട്ടുള്ള മാരേജ് ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധമാണ് എന്നുള്ളതും ക്ലിയർ ആണ്. ഇത് അവരുടെ ഇൻഫോർമൻസിന്, അതായത് അവരുടെ കൂടെ വന്നിട്ടുള്ള അമ്മയുടെ അടുത്തും അമ്മയുടെ സഹോദരിയുടെ അടുത്തും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവള് ഒരു ഫെമിനിസ്റ്റ് ആണ്, ഇവള് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം, മാരേജ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാം ശരിയായിക്കോളും, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊന്നും ഇത്രയും കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവര് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്, കൺസർവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. മക്കള് കല്യാണം കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കുമോ ഇല്ലയോ, അവരുടെ ലൈഫ് സേഫ് ആവോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി നാട്ടുകാരെന്ത് ചിന്തിക്കും, ഇപ്പൊ ഇത്രയും ഇതൊക്കെ ആൾക്കാർ അറിഞ്ഞില്ലേ, ഇനി അവൾക്ക് ഒരു ആലോചന വരില്ല, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ അപമാനിതരാവും എന്നുള്ള കാരണങ്ങളാൽ
ഈ കുട്ടിയെ വീണ്ടും ഈ കല്യാണത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൗൺസിലിംഗിന് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവരുടെ ഈ അമ്മയുടെ സഹോദരിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആണോ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് ഹാപ്പി ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അവർ പറഞ്ഞ കാര്യം, അവരുടെ ലൈഫിൽ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ്. അവരുടെ ഹസ്ബൻഡ് ഫിസിക്കലിയും വെർബലിയും ഫിനാൻഷ്യലിയും ഒക്കെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയാണ് അടുത്ത തലമുറയിലുള്ള കുട്ടിയുടെ അടുത്ത് പറയണം, നീ ഇതെല്ലാം സഹിക്കാൻ തയ്യാറാവണം, നീ കല്യാണത്തിന് തയ്യാറാവണം, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന്. നമ്മുടെ സമൂഹം ഇനി എന്നാണ് മാറാൻ പോകുന്നത്? ഇനിയെങ്കിലും കാഴ്ചപ്പാടുകൾ മാറണം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. പുതുതലമുറ കുറച്ചും കൂടിയും അവെയർ ആണ് കാര്യങ്ങളെ കുറിച്ച്. അവർ മെച്യൂർഡ് ഇനഫ് ആണ് ഡിസിഷൻസ് എടുക്കാനും ഒക്കെ. പക്ഷെ പാരന്റ്സ് ഇപ്പോഴും നമ്മളെ പഴഞ്ചൻ രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ എപ്പോഴും അവര് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ് കല്യാണം എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. കുട്ടികൾ പ്രിപ്പയർഡ് ആവുമ്പോൾ അവർക്ക് ഒരു പാർട്ട്ണർ വേണം, എൻ്റെ കൂടെ എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനും എൻ്റെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനും എൻ്റെ കമ്പാനിയനായിട്ട് എനിക്കൊരാൾ വേണം എന്ന് ഒരു വ്യക്തിക്ക് തോന്നുമ്പോഴേ അവർ കല്യാണം കഴിക്കേണ്ടതായിട്ടുള്ളൂ. അത് 20 വയസ്സാവട്ടെ, 30 വയസ്സാവട്ടെ, 40 വയസ്സാവട്ടെ, ദർ ഇസ് നോ സർട്ടൻ ഏജ് ഫോർ ദാറ്റ്. ഏത് ഏജില് കല്യാണം കഴിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. ആ വ്യക്തി മാരേജിന് റെഡിയാണോ, അത് ഹാപ്പി ആയിട്ട് സ്വീകരിക്കാൻ തയ്യാറാണോ, കണ്ടുപിടിക്കുന്ന വ്യക്തി പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുന്ന വ്യക്തിയുമായിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ അതിൽ കമ്മിറ്റഡ് ആവേണ്ടത് ആവശ്യമുള്ളൂ. അപ്പൊ അത് നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ വഴങ്ങി ആ മാരേജിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസും അതിന്റെ പിന്നീട് ഉണ്ടാവുന്ന വരും വരായികളൊക്കെ അനുഭവിക്കുന്നത് ഈ 2 വ്യക്തികൾ മാത്രമാണ്. മാരേജ് ചെയ്യുന്ന 2 വ്യക്തികൾ മാത്രമാണ്. കല്യാണം നടത്തി തന്ന ആൾക്കാരും സമൂഹവും സൊസൈറ്റിയും ഒന്നും ഉണ്ടാവില്ല കൂടെ. പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ അതിലേറെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ഒരിക്കലും പെൺകുട്ടികളെ ഫോഴ്സ് ചെയ്ത് വയസ്സ് കൂടുന്നു, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്താഗതികൾ കാരണം കുട്ടികളെ ഉന്തിത്തള്ളി ഒരു മാരേജിലേക്കോ ടോക്സിക് ബന്ധങ്ങളിലേക്കോ തള്ളിവിടരുത് എന്നാണ് എനിക്ക് പെൺകുട്ടികളുടെ പാരൻസിനോട് പ്രത്യേകിച്ചും പറയാനുള്ളത്. ഇനിയും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ സംസാരിക്കാം. താങ്ക് യു.